കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ 90% കൂടുതൽ മാർക്ക് വാങ്ങിയ പന്നിവിഴ സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകാരായ അംഗങ്ങളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിച്ചു. ഹെഡ് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന മെറിറ്റ് അവാർഡ് സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് C. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ പഠിക്കുന്നു, ഓരോ കാലം മുന്നോട്ട് പോകുന്തോറും നിങ്ങളോടുള്ള ചോദ്യത്തിൻ്റെ സ്വഭാവം മാറുന്നു, ചോദ്യത്തിൻ്റെ രീതി മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷാകർത്താക്കളോട് ചോദിച്ചത്, ഏറ്റവും ഒടുവിൽ നിങ്ങളോട് എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചത് എന്നാണ്. രസകരമായ ഒരു അനുഭവം എനിക്കുള്ളത്, എന്നോട് ആ ചോദ്യം ചോദിച്ചത് 1992 ഞാനിന്ന് വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ അച്ഛനാണ്. അതായത് എൻ്റെ ഭാര്യ 25 വയസ്സ് കഴിഞ്ഞ് എൻ്റെ മകളുടെ അമ്മയായ ആ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ ചെന്ന ദിവസമാണ് എന്നോട് അവരുടെ അച്ഛനായ മനുഷ്യൻ ചോദിച്ചത്, നിങ്ങൾ എത്ര വരെ പഠിച്ചു എന്ന്. ഞാൻ പറയുന്നത്, ഈ പഠിത്തം എന്ന് പറയുന്നതും സാമർഥ്യം എന്ന് പറയുന്നതും പെർസെൻറ്റേജ് എന്ന് പറയുന്നതും A+ എന്ന് പറയുന്നതും ഒക്കെ ക്ഷണികമാണ്. ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ജീവിച്ചു കാണിച്ചു, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാണിച്ചു ജീവിക്കുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാണിച്ചു ജീവിക്കുക എന്നതിനപ്പുറം ജീവിച്ചു കാണിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടം. അതുകൊണ്ട് ഭരണസമിതി അംഗം സൈമൺ തോമസ് സ്വാഗതം പറഞ്ഞു. പന്നിവിഴ സർവീസ് സഹകരണ ബാങ്ക് അടൂരിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പല നൂതന ആശയങ്ങൾ ഈ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നടത്തിവരികയാണ്. എല്ലാ വർഷവും ഇതുപോലെ ബാങ്കിലെ സഹകാരികളായിട്ടുള്ളവരുടെ മക്കൾക്ക് അവർ SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കുമ്പോൾ ആ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ബാങ്ക് വർഷങ്ങളായി നടത്തി വരുന്നു. അടൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരാൻ വേണ്ടിയാണ് പന്നിവിഴ സർവീസ് എന്ന ബാങ്ക്, ഈ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കൾ A+ വാങ്ങിയിട്ടുള്ള SSLC +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടേണിംഗ് പോയിന്റാണ്. ഇപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കണം, ഞാൻ എന്താണ്? അപ്പോൾ ഉത്തരം പറയും, നീ ഒരു കുന്തവുമല്ല. മൂന്നാമത്തെ ചോദ്യം ചോദിക്കണം, ഉത്തരം ശരിക്കും കിട്ടും. എന്താണ്? ഞാൻ എങ്ങനെയാകണം? മൂന്നാമത്തെ ചോദ്യം എന്താ? ഞാൻ എങ്ങനെയാകണം? ആ ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടും. എങ്ങനെയാണ് ഇനിയാണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെയാകണം? ഒരു കണ്ടീഷനുണ്ട്. കഥ കടച്ചിട്ട് അല്ലെങ്കിൽ അമ്മ രാവിലെ 5 മണിക്ക് അടുക്കളയിൽ നിന്ന് ചോദിക്കുക, എൻ്റെ മോള് ഞാനാരാന്ന് ചോദിക്കും. അച്ഛനോട് ചോദിക്കുക, നിന്നോടൊന്ന് വന്നേ, ആ മോള് ഇന്നലെ പ്രസംഗം കേട്ടു വന്നിന്ന് രാവിലെ എഴുന്നേറ്റ് അവിടെ ചോദിക്കുക, ഞാൻ എന്താന്ന് ചോദിക്കും. ഒക്കെ എന്തോ അസുഖം പിടിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ കഥ കടച്ചിട്ടേ ചോദിക്കുക. കഥ കടച്ച ചോദിക്കണമെന്ന് പറഞ്ഞാൽ അന്തരീക്ഷം നിശബ്ദമായിരിക്കും 5 മണി എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ശരിയായ വഴി തെളിഞ്ഞു വരും.
മുൻ നഗരസഭാ ചെയർമാനും 6ാം വാർഡ് കൗൺസിലറുമായ ഡി സജി ആശംസാ പ്രസംഗം നടത്തി. കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ എല്ലാ വർഷവും ഇതുപോലെയുള്ള മികച്ച പ്രതിഭകളെ കണ്ടെത്തിക്കൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന പരിപാടി മുടങ്ങാതെ തന്നെ നടത്തുകയാണ്. ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒട്ടനവധി പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ബാങ്ക് സെക്രട്ടറി MJ ബാബു, ഭരണസമിതി അംഗങ്ങളായ VN മോഹൻദാസ്, വത്സലകുമാരി, MV സുജ ബാബു, ജയശ്രീ S, ബാങ്ക് ജീവനക്കാരായ CS ലീന, ഗോപിനാഥൻ നായർ, KN സുനിൽ ബാബു, ബോബി മാത്തുണ്ണി, J ജോൺസൺ, KS പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ്, അടൂർ.